ഹലോ നമസ്കാരം, ഞാൻ അരീബ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇടയിലൊക്കെ ഒരുപാട് പേരുണ്ടാവും അല്ലേ? അവരിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കും. ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് കുളിക്കുമ്പോൾ എന്തെങ്കിലും സംസാരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും സംസാരിക്കും. തിരയുമ്പോൾ സംസാരിച്ചു കൊണ്ടേ തിരയും. ആരും ഉണ്ടായിരിക്കില്ല, ഒറ്റയ്ക്ക് സംസാരിക്കും. അങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും, അവർക്കെന്തോ വട്ടാണ് അല്ലെങ്കിൽ മെൻ്റലാണ്, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അവർ സത്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ അവരൊരു സൂപ്പർ പവറിനെടുത്തിട്ട് യൂസ് ചെയ്യുകയാണ്. അവരറിഞ്ഞോ അറിയാതെയോ യൂസ് ചെയ്യുന്ന ഈ സൂപ്പർ പവറിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് മെൻ്റലോ കാര്യങ്ങളോ ഒന്നുമല്ല, അതൊരു സൂപ്പർ പവറിനെ യൂസ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരാളെ വീട്ടിൽ ഒരു ചാവി കാണാനില്ല. അപ്പോൾ ഒരാൾ തിരയുകയാണ്, ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തിരയുക. പക്ഷേ വേറൊരാൾ ചാവി 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 ബൈക്കിൻ്റെ ചാവി എവിടെയാ ബൈക്കിൻ്റെ ചാവി വെച്ചതെന്നുള്ള ആ ഒരു കമൻറ്റോട് കൂടി അതിങ്ങനെ പറഞ്ഞിങ്ങനെ തിരയുകയാണെങ്കിൽ അത് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ, അത് നമ്മൾ പറയുമ്പോൾ അയാളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരാൾ ആ ഒരു കമൻറ്റ് കൊടുക്കുന്ന പോലെ ആ ഒരു ഇമേജ് അയാളെ തലച്ചോറിലോട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഫിൽട്ടർ ചെയ്തിട്ട് പെട്ടെന്ന് ആ ഒരു സാധനത്തിന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ ചില ആളുകൾ ഇങ്ങനെ സംസാരിക്കൂലേ, ഇങ്ങനെ ഞാൻ ഇന്ന് രാവിലെ രാവിലെ എണീറ്റിട്ട് ഇന്ന സ്ഥലത്ത് പോവും, അവിടെ പോയി വരുമ്പോൾ ഇവിടേക്ക് പോവും, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ജോലി ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യും. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നുള്ള ഒറ്റയ്ക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. അത്തരത്തിൽ സംസാരിക്കുമ്പോൾ അവർക്ക് അതിലെന്തെങ്കിലും ഒരു തടസ്സം വരുന്നുണ്ടെങ്കിൽ അത് സോൾവ് ഔട്ട് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അവരുടെ ജോലി കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കാരണം അവർ അത് മുൻകൂട്ടി ഇമാജിൻ ചെയ്യാനും അതിൽ വരുന്ന തടസ്സങ്ങളെ മുൻകൂട്ടി കാണാനും അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും അവർക്ക് കഴിയും. പിന്നെ കൂടാതെ ചില ആളുകൾ പറഞ്ഞില്ലേ, കൂൾ ഡൗൺ ഇറ്റ്സ് ഓക്കെ, ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരാൾ ആ ഒരു വ്യക്തിയെ ആശ്വസിപ്പിക്കുന്ന പോലെ അയാൾ തന്നെ അയാൾക്കൊരു ആശ്വാസമായിട്ട് അയാൾ തന്നെ മറ്റൊരാളായിട്ട് കമൻറ്റ് കൊടുക്കുമ്പോൾ അയാൾക്ക് തന്നെ സെൽഫ്ലി ഒന്ന് മോട്ടിവേറ്റ് ആവാനും അതുപോലെ കാര്യങ്ങൾ കുറച്ചുകൂടെ ധൈര്യത്തോടെ ഫേസ് ചെയ്യാനുമുള്ള ഒരു പവർ ലഭിക്കും. ഇങ്ങനെ ഒരുപാട് പവറുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സെറ്റപ്പാണ് ഈ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ. ചില ഉമ്മമാരെ കണ്ടിട്ടില്ലേ, അവർക്ക് നമ്മൾ എത്ര സഹായം ചെയ്തു കൊടുക്കുമ്പോഴും അവർ പറയും സഹായം ഒന്നും ചെയ്യേണ്ടെന്നൊക്കെ പറയും അല്ലേ. എന്നിട്ട് അവർ ജോലി ചെയ്യുമ്പോൾ, എന്നെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല, ഈ വീട്ടിൽ ആർക്കും എൻ്റെ കഷ്ടപ്പാട് കാണണ്ട, ആരും എൻ്റെ ബുദ്ധിമുട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മമാരുടെ പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. സത്യത്തിൽ അവർ തന്നെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ജോലി എന്ന് കരുതി നമ്മൾ സഹായിക്കാൻ പോയാൽ അവർക്ക് ആ സഹായത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അവരുടെ മനസ്സിന് അത്രയും റിലീഫ് കൊടുക്കുന്നുണ്ട്. അവർക്ക് ആ ഒരു സ്ട്രെസ്സും വർക്കിൽ നിന്നുള്ള ആ ഒരു പ്രഷറും ഒക്കെ കുറച്ച് കിട്ടാൻ കാരണമാവും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. കുളിക്കുമ്പോഴും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നവരെ കാണുമ്പോൾ ഇനി കളിയാക്കരുത്. കാരണം ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു സൂപ്പർ പവർ അത് യൂസ് ചെയ്യാൻ അറിയുന്നവരാണവർ. അത് ഒരു പക്ഷേ അവർക്ക് ചിലപ്പോൾ ഇത് സൈക്കോളജി ഇത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലായിരിക്കും. പക്ഷേ അവർ തന്നെ ജീവിതം കൊണ്ട് അവരുടെ ജീവിതം കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ച ഒരു സൂപ്പർ പവറാണത്. അതൊരു നല്ലൊരു ഹാബിറ്റാണ്. ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിലേറെ കൂടുതൽ നമ്മൾ ഒരു ചിത്രം ഇമാജിൻ മനസ്സിലോട്ട് വരാൻ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ പവർ കൂടുതലായിരിക്കും. കാരണം ഒരേ സമയം ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്, അത് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ പവർഫുള്ളായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന കൂട്ടുകാരൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.